അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് മസ്ജിദുൽ ഹറമിൻ്റെ മലിക് അബ്ദുൽ അസീസ് ഗേറ്റിൻ്റെ മുന്നിലാണ്. കേരള നേതൃത്വ മുജാഹിദീൻ്റെ 100-ൽ പരം വരുന്ന ഹാജിമാരെയായിട്ട് ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി 2 സംഘങ്ങളായി പുറപ്പെട്ടാണ് ഈ മക്കയിലെത്തിയിരിക്കുന്നത്. 100-ലേറെ ആളുകളെയുമായിട്ട് പരിശുദ്ധ ഹറമിന്റെ പരിസരത്ത് 300 മീറ്റർ പരിസരത്താണ് ഹജ്ജ് കഴിഞ്ഞ് പുറത്തു പോകുന്നത് വരെ എല്ലാ സമയത്തും മറ്റൊരു ഭാഗത്തേക്ക് നീങ്ങി താമസിക്കാതെ തന്നെ എല്ലാ വക്തിനും പള്ളിയിൽ വരാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് കേരള നേതൃത്വ മുജാഹിദീൻ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. കേരളത്തിൽ നിന്ന് വരുന്ന, അതുപോലെ ഇന്ത്യയിൽ നിന്നൊക്കെ വരുന്ന ഹാജിമാർ അവര് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് ഹജ്ജ് നിർവഹിക്കുന്നതിൽ അഭാവം സംഭവിച്ചപ്പോൾ രാജ്യത്ത്, കേരളത്തിൽ പ്രത്യേകിച്ച് മലയാളികൾക്കിടയിൽ തൗഹീദിന്റെയും സുന്നത്തിന്റെയും പ്രചാരകരായി കഴിഞ്ഞുകൂടുന്ന സലഫി പ്രസ്ഥാനം പരിശുദ്ധ ഹജ്ജ് കർമ്മവും അതുപോലെ ഖുർആനും സുന്നത്തും അനുസരിച്ച് പ്രവാചകൻ പറഞ്ഞതുപോലെ ഹുദു അന്നി മനാസിക്കും, എന്നിൽ നിന്നാണ് ഹജ്ജിന്റെ കർമ്മങ്ങൾ പിടിക്കേണ്ടത് എന്ന ആ പാത പിൻപറ്റിക്കൊണ്ട് കേരളത്തിലെ വിശ്വാസി സമൂഹത്തിന് പ്രവാചക ചര്യ അനുസരിച്ച് പരിശുദ്ധ ഖുർആനിന്റെ പിൻബലമനുസരിച്ച് ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംവിധാനം മുജാഹിദ് പ്രസ്ഥാനം ഒരുക്കിയിട്ടുള്ളത്. ഞങ്ങൾക്ക് ഓഫർ ചെയ്യാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവും ഖുർആനും സുന്നത്തും അനുസരിച്ച് ഹജ്ജും ഉംറയും നിർവഹിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. മറ്റു ഹാജിമാരൊക്കെ തന്നെ മറ്റു ഗ്രൂപ്പുകളിൽ നിന്നും ഞങ്ങൾ വ്യത്യസ്തമായി നിൽക്കുന്നത് തന്നെ ഈ സംവിധാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആ റസൂലുള്ളാഹിന്റെ സുന്നത്തനുസരിക്കുക എന്നതിലാണ്. അതിനപ്പുറം മറ്റു ആളുകൾ താമസിക്കുന്നതിനപ്പുറം തൊട്ടടുത്ത് തന്നെ ഹറമിന്റെ വളരെ അടുത്ത പരിസരത്ത് ഹജ്ജ് കഴിഞ്ഞ് നമ്മൾ നാട്ടിലേക്ക് തിരിക്കുന്നത് വരെ ഒരേ 300 മീറ്റർ 400 മീറ്റർ പരിധിയിലാണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. നാട്ടിൽ എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ആളുകളും ഖുർആനും സുന്നത്തും അനുസരിച്ച് ഹജ്ജും ഉംറയും നിർവഹിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ കേരള നേതൃത്വ മുജാഹിദീന്റെ ഈ സംവിധാനത്തെക്കുറിച്ചൊന്ന് പഠിക്കണം, മനസ്സിലാക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ സാലിഹായ അമലാക്കി സ്വീകരിക്കട്ടെ. ഞങ്ങൾ രാജ്യത്തിന് വേണ്ടി, നാടിന് വേണ്ടി, സുഹൃത്തുക്കൾക്കും സംഘടനകൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളും ഞങ്ങൾക്ക് ആ മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ പ്രാർത്ഥിക്കണമെന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കുകയാണ്. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.